എന്തിനായിരുന്നു ഇത്? ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പന്തിന് പിറകെ പോകുമ്പോൾ എല്ലാവരും യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ലാതെ, ജാതിയോ മതമോ മറ്റുള്ള വർണ്ണവിവേചനങ്ങളോ ഒന്നുമില്ലാതെ ഒരൊറ്റ മനസ്സായി നിൽക്കുന്ന ഒരു കായികമുണ്ടെങ്കിൽ അത് ഫുട്ബോളാണ്. ആ ഫുട്ബോളിലാണ് ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആഫ്രിക്കയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു റഫറി ഉമർ അബ്ദുൽ ഖാദർ അർത്താനി എന്ന് പറയുന്ന സൊമാലിയൻ പൗരൻ, ആ സൊമാലിയൻ പൗരനെ 11 മണിക്കൂറാണ് അമേരിക്കയിലെ എയർപോർട്ടിൽ തടഞ്ഞു വെച്ചത്. എന്നിട്ട് അവസാനം അദ്ദേഹത്തെ തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് ഫുട്ബോൾ ലോകത്തിന് നിരാശയും സങ്കടവും സൃഷ്ടിച്ചിരിക്കുകയാണ്. കാരണം സൊമാലിയ പോലെയുള്ള ഒരു പട്ടിണി കിടന്ന ഒരു രാജ്യത്തിൽ നിന്ന് രാജ്യത്തോളം ഉയർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും പ്രയത്നവും കൊണ്ട് ഇന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു റഫറിയായി മാറി അദ്ദേഹം ഈ കപ്പ് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിന് സെലക്റ്റഡായി. ഏറ്റവും അവസാനം ഈ ട്രംപിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ വർണ്ണവിവേചനം, ആ പാവത്തിനോടുള്ള ഈ ക്രൂരത വലിയ ഒരു പ്രതിഷേധത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അതിന് ഉമർ അബ്ദുൽ ഖാദർ അർത്താനി എന്ന് പറയുന്ന ക്ഷമിക്കാതിനായ ആ റഫറിക്ക് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഗംഭീര സ്വീകരണമാണ് അദ്ദേഹത്തിന് കിട്ടിയത്. വരുന്ന ഓഗസ്റ്റിൽ നടക്കുന്ന UEFA ചാമ്പ്യൻഷിപ്പിൽ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അമേരിക്ക ചെയ്തിട്ടുള്ള, ഡൊണാൾഡ് ട്രംപ് ചെയ്തിട്ടുള്ള ഈ ക്രൂരത പ്രതിഷേധപൂർവ്വമാണ് ലോകത്തിലെ ഫുട്ബോൾ പ്രേമികൾ നോക്കിക്കാണുന്നത്.